ഒരു വർഷം മുമ്പ് വിജിലൻസ് സമർപ്പിച്ച ഒരു റിപ്പോർട്ടിലെ കാര്യങ്ങളാണ് ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പടിവാതിക്കൽ വെച്ച് പുറത്തു വരുന്നത് എന്നതാണ് ഇതിൽ ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അതായത് യോഗേഷ് ഗുപ്തയാണ് ഇത്തരത്തിലൊരു റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നതെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. അത്തരത്തിൽ ഒരു വർഷം മുമ്പ് സമർപ്പിച്ച റിപ്പോർട്ടിലെ വിശദാംശങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതുകൊണ്ട് തന്നെ ഇത് രാഷ്ട്രീയ പ്രേരിതമായ ഒരു ആരോപണമാണ് എന്ന ആക്ഷേപം ഉന്നയിച്ചുകൊണ്ട് കോൺഗ്രസ് അതിനെ പ്രതിരോധിക്കാനാണ് സാധ്യത. നിലവിൽ നേരത്തെ സൂചിപ്പിച്ച പോലെ രണ്ട് കാര്യങ്ങളാണ് ഇതിൽ ചൂണ്ടിക്കാണിക്കുന്നത്. അതിൽ ഒന്ന് FCRI നിയമങ്ങളുടെ വിദേശ നാണയ വ്യവസ്ഥയിലെ നിയമങ്ങളുടെ ലംഘനം ഉണ്ടായിരിക്കുന്നു. അതോടൊപ്പം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കേന്ദ്ര സർക്കാരിൽ നിന്ന് സ്വകാര്യ സന്ദർശനത്തിനെന്ന പേരിൽ പ്രതിപക്ഷ നേതാവ് അനുമതി തേടിയ ശേഷം വിദേശത്ത് പോയി മണപ്പാട്ട് ഫൗണ്ടേഷന്റെ പേരിൽ പിരിവ് നടത്തി. അങ്ങനെ ഏതാണ്ട് 22,500 പൗണ്ട് അദ്ദേഹം അവിടുന്ന് കളക്ട് ചെയ്ത് ഈ മണപ്പാട് ഫൗണ്ടേഷനിലേക്ക് അയച്ചു എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഈ റിപ്പോർട്ടിൽ പരാമർശിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിയമസഭാ സാമാജികൻ എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് കൃത്യവിലോപം ഉണ്ടായിരിക്കുന്നു. സ്പീക്കർ അതിൽ നടപടി സ്വീകരിക്കണമെന്നും വിജിലൻസ് ശുപാർശ ചെയ്യുന്നുണ്ട്. മണപ്പാട് ഫൗണ്ടേഷൻ എന്ന പേരിൽ പുനർജനി പദ്ധതിക്കായി ഫൗണ്ടേഷൻ രൂപീകരിച്ചാണ് വിദേശത്ത് നിന്ന് പണം സ്വീകരിച്ചത് എന്നാണ് റിപ്പോർട്ടിലെ പ്രധാനപ്പെട്ട പരാമർശം. UK ആസ്ഥാനമായുള്ള മിഡ്ലാൻഡ് ഇന്റർനാഷണൽ എയ്ഡ് ട്രസ്റ്റ് എന്ന NGO വഴിയാണ് മണപ്പാട് ഫൗണ്ടേഷന്റെ FCRI അക്കൌണ്ടിലേക്ക് പണം അയച്ചത് എന്നാണ് വിജിലൻസിന്റെ കണ്ടെത്തൽ. ഈ കാര്യങ്ങളൊക്കെയാണ് അതിൽ പരാമർശിക്കുന്നത്. നമുക്കറിയാം, പുനർജനി പദ്ധതിയുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ സർക്കാരും CPM ഒക്കെ പ്രതിപക്ഷ നേതാവ് VD സതീശനെ ലക്ഷ്യം വെച്ചുകൊണ്ട് വലിയ തരത്തിലുള്ള ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നത് നേരത്തെയും ഉണ്ടായിട്ടുള്ളതാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്തും അത് വലിയ തരത്തിൽ ചർച്ചയായതാണ്. ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ വലിയ തരത്തിൽ അടുത്ത മുഖ്യമന്ത്രി ആരാകും, കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ, UDF അധികാരത്തിൽ വന്നാൽ എന്ന ചർച്ചകളൊക്കെ നടക്കുന്നതിനിടയിലാണ് VD സതീശനെതിരെ ഇങ്ങനെയൊരു നീക്കം ഉണ്ടാകുന്നത് എന്നതാണ് ശ്രദ്ധേയം. അത് രാഷ്ട്രീയമായും നിയമപരമായും പ്രതിരോധിക്കാനുള്ള ഒരു നീക്കമായിരിക്കും കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുക. എന്തായാലും പ്രതിപക്ഷ നേതാവിനെ ഉന്നമിട്ടുകൊണ്ടുള്ള ഒരു കൃത്യമായ നീക്കം തുടങ്ങിയിരിക്കുന്നു എന്നാണ് പുറത്തുവരുന്ന സൂചനകൾ. അതോടൊപ്പം ഇനിയും ഇത്തരത്തിൽ ചില കാര്യങ്ങൾ കൂടി പുറത്തു വരാനുണ്ട് എന്ന് കോൺഗ്രസ് കേന്ദ്രങ്ങൾ തന്നെ സൂചന നൽകുന്നുണ്ട്. അതായത് തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്ന സമയമാണ്. അതുകൊണ്ട് കോൺഗ്രസ് നേതാക്കളെ നിയമക്കുരുക്കിൽപ്പെടുത്താനുള്ള ബോധപൂർവമായ ഒരു ശ്രമം സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായേക്കും എന്ന ഒരു കൃത്യമായ വിലയിരുത്തൽ പാർട്ടി കേന്ദ്രങ്ങളിലുണ്ട്. അതിന്റെ ഭാഗമായാണ് ഇപ്പോൾ പുറത്തുവരുന്ന ഈ പുനർജനി പദ്ധതിയുമായി ബന്ധപ്പെട്ട പ്രതിപക്ഷ നേതാവിനെതിരെ CBI അന്വേഷണത്തിന് ശുപാർശ ചെയ്തുകൊണ്ടുള്ള വിജിലൻസിന്റെ റിപ്പോർട്ടെന്നാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ പ്രാഥമിക വിലയിരുത്തൽ. ഡാൻ സൂചിപ്പിച്ചതാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരുപക്ഷെ UDF അധികാരത്തിൽ വന്നാലും മുഖ്യമന്ത്രി ആരാ എന്ന ചോദ്യത്തിൽ VD സതീശന് മേൽ വെല്ലുവിളി ഉണ്ടാക്കുന്നതാണ് ഈ കേസ് എന്ന കാര്യത്തിൽ തർക്കമില്ല. മുമ്പ് പിണറായി വിജയനൊക്കെ സമാനമായ ചില ആക്ഷേപങ്ങളിലൂടെ കടന്നുപോയതുമാണ്. അതുകൊണ്ട് CBI കേസ് എടുത്താൽ VD സതീശന്റെ രാഷ്ട്രീയ ഭാവിയിൽ അതിലുണ്ടാക്കുന്ന വെല്ലുവിളി, രാഷ്ട്രീയ ആരോപണത്തിനപ്പുറം അതുണ്ടാക്കുന്ന വെല്ലുവിളി ചെറുതായിരിക്കില്ലല്ലോ. അതിന് വലിയ തരത്തിലുള്ള പ്രത്യാഘാത ശേഷി ഉണ്ടല്ലോ ഈ നീക്കത്തിന്. അതായത് സംസ്ഥാനത്ത് കോൺഗ്രസ് കേരളത്തിലും ദേശീയ തലത്തിലും ഒക്കെ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ആക്ഷേപമാണ് കേന്ദ്ര ഏജൻസികളെ രാഷ്ട്രീയ താൽപര്യങ്ങൾക്ക് വേണ്ടി കേന്ദ്ര സർക്കാർ ഉപയോഗിക്കുകയാണ്. അങ്ങനെയാണ് ED അടക്കം കോൺഗ്രസ് നേതാക്കൾക്കെതിരെയൊക്കെ രാഷ്ട്രീയ പകപോക്കലിന്റെ ഭാഗമായി രാഷ്ട്രീയ താൽപര്യത്തോട് ഉപയോഗിക്കുന്നു എന്നൊരു ആക്ഷേപം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യ മുന്നണിയും അത്തരത്തിലുള്ള ആക്ഷേപം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ദേശീയ തലത്തിൽ CPM-ഉം കോൺഗ്രസിനൊപ്പം ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി നിൽക്കുന്ന ഒരു സാഹചര്യമൊക്കെയുണ്ട്. അതിനിടയിൽ കേരളത്തിൽ ഇങ്ങനെയൊരു നീക്കം CBI അന്വേഷണത്തിന് വിജിലൻസ് ശുപാർശ ചെയ്യുമ്പോൾ അതിൽ ആഭ്യന്തര വകുപ്പിന്റെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒരു നീക്കം CBIയോട് പ്രതിപക്ഷ നേതാവിനെതിരെ അന്വേഷണം നടത്തണമെന്ന ഒരു ആവശ്യം ഉന്നയിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായാൽ അത് കൃത്യമായി ഇന്ത്യ മുന്നണിക്കുള്ളിൽ തന്നെ തർക്കങ്ങളിലേക്ക് വഴിവെക്കുന്ന ഒരു സാഹചര്യം വരും. കാരണം CBI ഉൾപ്പെടെയുള്ള കേന്ദ്ര ഏജൻസികളെ വലിയ തരത്തിൽ രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നു BJP സർക്കാർ എന്ന വിമർശനം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത് കോൺഗ്രസ് CPM ഒക്കെ ഒരുമിച്ചാണ്. അതിനിടയിൽ ഇങ്ങനെയൊരു കേസിൽ ഇവിടെ നിന്ന് CBI അന്വേഷണത്തിന് ശുപാർശ നൽകുന്ന ഒരു സാഹചര്യം സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്ന്, പ്രത്യേകിച്ച് ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായാൽ അതിനെ കൃത്യമായി തന്നെ രാഷ്ട്രീയമായി ഉള്ള ഒരു പകപോക്കൽ നടക്കുകയാണ്
എന്ന തരത്തിലുള്ള വ്യാഖ്യാനങ്ങളിലേക്കും വിലയിരുത്തലുകളിലേക്കും അത്തരത്തിലുള്ള വിമർശനങ്ങളിലേക്കുമൊക്കെ കോൺഗ്രസ് നേതൃത്വം കടക്കാൻ തന്നെയാണ് സാധ്യത. എന്തായാലും പ്രതിപക്ഷ നേതാവിനെ കൃത്യമായി ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു നീക്കം തന്നെയാണ്. അദ്ദേഹത്തെ നിയമപരമായും രാഷ്ട്രീയമായും വെട്ടിലാക്കാനുള്ള ഒരു നീക്കത്തിന്റെ ഭാഗം എന്ന് തന്നെ വിലയിരുത്താം. കാരണം ഒരു വർഷം മുമ്പ് വിജിലൻസ് റിപ്പോർട്ട് സമർപ്പിച്ച ഒരു കേസിൽ അല്ലെങ്കിൽ ഇത്തരമൊരു ശുപാർശയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് മാത്രം അതിലെ വിവരങ്ങൾ പുറത്തുവരികയും അതുമായി ബന്ധപ്പെട്ട തുടർ നീക്കങ്ങളിലേക്ക് കടക്കുകയും ചെയ്യുമ്പോൾ അത് രാഷ്ട്രീയ പ്രേരിതമെന്ന് ആരോപിച്ചാൽ അതിന് ഏത് തരത്തിലാകും സർക്കാർ അതിന് മറുപടി നൽകുക എന്നതൊക്കെ ഇനി കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും. ഡാൻ, ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുള്ളത്, ഒരുപക്ഷെ ഈ ആക്ഷേപം കോൺഗ്രസിനകത്ത് ഇപ്പോൾ രാഷ്ട്രീയമായ പ്രതിരോധം തീർത്തേക്കാം. പക്ഷേ തെരഞ്ഞെടുപ്പിന് ശേഷം മുഖ്യമന്ത്രി ആരെ എന്ന ചോദ്യം ഉയരുമ്പോൾ VD സതീശന് മേൽ പാർട്ടിക്കുള്ളിൽ ഇതൊരു ആയുധമായി മാറാനുള്ള സാധ്യതയുണ്ടോ? അങ്ങനെ പോലും പ്രഹരശേഷി ഇതിനുണ്ടാവില്ലേ? തീർച്ചയായിട്ടും കോൺഗ്രസ് ആണ് നേതാക്കൾ ഏതൊക്കെ തരത്തിൽ ആർക്കൊക്കെ ഒപ്പം നിൽക്കും, കാലുമാറും, ഇതൊക്കെ നേരത്തെയും നമ്മൾ ഒരുപാട് കണ്ടിട്ടുള്ളതാണ്, ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അത്തരത്തിലുള്ള നീക്കങ്ങളൊക്കെ ഇനിയും ഉണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. പക്ഷേ തൽക്കാലത്തേക്കെങ്കിലും, അതായത് നിലവിൽ ഈ ഒരു സാഹചര്യത്തിൽ ഇത് രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള ഒരു ആരോപണം എന്ന നിലയിലേക്ക് ഗ്രൂപ്പ് വ്യത്യാസങ്ങളും അഭിപ്രായ ഭിന്നതകളെയൊക്കെ മറന്ന് നേതൃത്വം അത്തരമൊരു വിലയിരുത്തലിലേക്ക് തന്നെ എത്താനാണ് സാധ്യത. കാരണം വയനാട്ടിൽ ബത്തേരിയിൽ ദ്വിദിന ക്യാമ്പ് നടക്കുകയാണ്. ഒരുപക്ഷെ അവിടെ വെച്ച് തന്നെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ ഈ വിഷയത്തിൽ മാധ്യമങ്ങളോട് ഇന്ന് തന്നെ പ്രതികരണം നടത്തിയേക്കാം. ആ വിഷയത്തിൽ കൃത്യമായി പാർട്ടിയുടെ നിലപാട് KPC അധ്യക്ഷൻ ഉൾപ്പെടെയുള്ളവർ വ്യക്തമാക്കിയേക്കാം. അവിടെ ഏറ്റവും പ്രധാനപ്പെട്ടതായി മാറാൻ പോകുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച കാര്യമാണ്. അതായത് ഒരു വർഷം മുമ്പ് സമർപ്പിച്ച റിപ്പോർട്ട് ഇത്രയും നാൾ അനക്കാതെ വെച്ചതിന് ശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പടുവാതിക്കൽ വെച്ച് CBI അന്വേഷണത്തിന് ശുപാർശ ചെയ്യുന്നുള്ള വിവരം പുറത്തുവിടുന്നത് തന്നെ അതിലൊരു അസ്വാഭാവികത ഉണ്ടല്ലോ എന്നൊരു ചോദ്യം ഉന്നയിച്ചുകൊണ്ട് ഇതിനെ രാഷ്ട്രീയമായി പ്രതിരോധിക്കാനുള്ള ഒരു നീക്കമാണ് കോൺഗ്രസ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നതെന്നാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാകുന്ന കാര്യം. ഡാൻ, ഒരു കാര്യം, ഈ മുമ്പ് സമാനമായി ഈ ലാവ്ലിൻ കേസ് CBIക്ക് വിട്ടതും ഇതുപോലെ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ പടിവാതിക്കലാണ്. അന്ന് കോൺഗ്രസ് അതിനെ രാഷ്ട്രീയമായി ഉപയോഗിച്ചു എന്ന ആക്ഷേപം ഉണ്ടായതാണ്. പിന്നീട് അതിൻ്റെ നിയമ നടപടികളും മറ്റും നമ്മൾ കണ്ടതുമാണ്. അപ്പോൾ ഇത് ഈ വിജിലൻസിൻ്റെ ഈ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ എടുക്കുന്ന സർക്കാരിൻ്റെ നീക്കം എന്നതിനപ്പുറം ഇത് കോടതിയിലെത്തിയാൽ ഉണ്ടാകുന്ന പ്രത്യാഘാതം മറ്റൊരു തരത്തിൽ കൂടി ഉണ്ടാകുമോ? എന്തായാലും കോൺഗ്രസ് ഇതിനെ രാഷ്ട്രീയമായി പ്രതിരോധിക്കുമെന്ന് ഉറപ്പാണ്. തൽക്കാലം ഡാൻ സൂചിപ്പിച്ചതുപോലെയുള്ള തർക്കങ്ങളൊന്നും കോൺഗ്രസിൽ ഇപ്പോൾ എന്തായാലും അത് പ്രകടമാവില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പാണ്, അതുകൊണ്ട് ഇതിനെ രാഷ്ട്രീയമായി അവർ പ്രതിരോധിക്കും. ഇതിൽ കോൺഗ്രസ് സ്വീകരിക്കാൻ പോകുന്ന ഒരു പൊതു ലൈൻ എന്തായിരിക്കും? ഗ്രൂപ്പ് വ്യത്യാസങ്ങൾക്കൊക്കെ അപ്പുറം പ്രതിപക്ഷ നേതാവിനെതിരെ സർക്കാർ രാഷ്ട്രീയ ആയുധം ഉപയോഗിക്കുന്നു എന്ന വാദം തന്നെയായിരിക്കും ഉപയോഗിക്കുക, അല്ലേ? അതായത് പ്രതിപക്ഷ നേതാവ് VD സതീശനെ മാത്രം ലക്ഷ്യമിട്ടുകൊണ്ടല്ല സർക്കാരിന്റെ ഇത്തരത്തിലുള്ള ഒരു നീക്കങ്ങൾ ഉണ്ടാകാൻ പോകുന്നത് എന്നൊരു വിലയിരുത്തൽ കോൺഗ്രസ് നേതൃത്വത്തിനുണ്ട്. അവിടെ മറ്റ് പ്രധാനപ്പെട്ട നേതാക്കൾക്കെതിരെയും സമാനമായ തരത്തിലുള്ള ആരോപണങ്ങളും അത്തരത്തിലുള്ള ഇടപെടലുകളുമൊക്കെ ഉണ്ടാകാൻ ഇടയുണ്ട്. അതിൽ രാഷ്ട്രീയമായ കൃത്യമായ ഇൻവോൾവ്മെന്റ് അവർ പ്രതീക്ഷിക്കുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു കാര്യത്തിൽ ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് VD സതീശനെ അദ്ദേഹത്തിനെതിരെ ഒരു നിലപാട് സ്വീകരിച്ചാൽ അത് തങ്ങൾക്കും സമാനമായ തരത്തിലുള്ള ഒരു സാഹചര്യത്തിലൂടെ വരുന്ന ആഴ്ചകളിൽ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിനോട് അടുക്കുന്ന സമയങ്ങളിൽ കടന്നു പോകേണ്ട ഒരു പശ്ചാത്തലം ഉണ്ടാകുമ്പോൾ തികച്ചും ഒറ്റപ്പെടുന്ന ഒരു സാഹചര്യം വരും. അതുകൊണ്ട് ഇതിനെ കൂട്ടായി നേരിടുക, അങ്ങനെയൊരു രാഷ്ട്രീയ തന്ത്രത്തിലേക്കായിരിക്കും കോൺഗ്രസ് എത്തുക. കാരണം ഇങ്ങനെയൊരു നീക്കം കോൺഗ്രസ് നേരത്തെ പ്രതീക്ഷിച്ചിരുന്നു, പ്രതിപക്ഷ നേതാവ് നേരത്തെ പ്രതീക്ഷിച്ചിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം ഈ കേസിൽ അദ്ദേഹത്തിനെതിരെ ഈ CBI അന്വേഷണത്തിന് ശുപാർശ ചെയ്തുകൊണ്ടുള്ള വിജിലൻസ് റിപ്പോർട്ട് ഒരു വർഷം മുമ്പ് കൊടുത്തതാണ്. അങ്ങനെ ഒരു റിപ്പോർട്ട് എന്തുകൊണ്ട് ഈ ഒരു ഘട്ടത്തിൽ മാത്രം, ഈ ഒരു വർഷത്തെ, അതായത് 12 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പിന് 3 മാസം മാത്രം ബാക്കി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ സ്ഥാനാർത്ഥി നിർണ്ണയം അടക്കമുള്ള നിർണായകമായ ചർച്ചകളിലേക്ക് എല്ലാ പ്രധാനപ്പെട്ട കക്ഷികളും കടക്കുന്നതിന് തൊട്ടു മുമ്പ് ഇങ്ങനെയൊരു റിപ്പോർട്ടിലെ വിവരങ്ങൾ പുറത്തു വരുന്നതിലെ അസ്വാഭാവികതയാണ് കോൺഗ്രസ് ഉയർത്തിക്കാണിക്കുന്ന പ്രധാനപ്പെട്ട ആക്ഷേപം. അതോടൊപ്പം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇതിൽ CPM-നുള്ളിൽ തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട 2 തരത്തിലുള്ള അഭിപ്രായങ്ങൾ ഉയരും എന്നാണ് ലഭിക്കുന്ന സൂചനകൾ. അതിലൊന്ന്, അതിനെ രാഷ്ട്രീയമായി ഉപയോഗിക്കണം. കാരണം രാഷ്ട്രീയമായി ഉപയോഗിക്കണമെന്ന് പറയുമ്പോൾ ആ നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ, വിജിലൻസ് നൽകിയ റിപ്പോർട്ടിൽ തുടർ നീക്കങ്ങളിലേക്ക് കടക്കുക, അതൊന്ന്. മറ്റൊന്ന്, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ദേശീയ തലത്തിൽ കേന്ദ്ര ഏജൻസികളെ പകപോക്കലിനായി രാഷ്ട്രീയ പ്രേരിതമായി ഉപയോഗിക്കുന്നു കേന്ദ്ര സർക്കാർ എന്ന ആക്ഷേപം ഒരു വശത്ത് ഉന്നയിക്കുകയും മറുവശത്ത് അതേ കേന്ദ്ര ഏജൻസികളുടെ കൈവശം
പ്രതിപക്ഷത്തിനെതിരെ പ്രതിപക്ഷത്തെ വെട്ടിലാക്കാൻ കഴിയുന്ന ഒരു ആക്ഷേപത്തിന്റെ മൂല കൊണ്ട് കൊടുക്കുകയും ചെയ്താൽ അത് പിന്നീട് പ്രത്യാഘാതങ്ങൾക്ക് വഴിവെക്കില്ലേ എന്നൊരു വിലയിരുത്തൽ ഒരു വിഭാഗം നേതാക്കളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാനാണ് സാധ്യത. അതുകൊണ്ട് രാഷ്ട്രീയമായൊക്കെ അവധാനതയോടെ മാത്രം അക്കാര്യങ്ങളൊരു തുടർ നീക്കങ്ങളിലേക്ക് സർക്കാരും ആഭ്യന്തര വകുപ്പും കടക്കുകയുള്ളൂ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതെന്തായാലും ഈ വിഷയത്തെ രാഷ്ട്രീയമായി തന്നെ നേരിടുക എന്നൊരു തീരുമാനത്തിലേക്കായിരിക്കും കോൺഗ്രസ് ക്യാമ്പ് എത്തുക. അതിൽ കൃത്യമായ പ്രതികരണങ്ങൾ വൈകാതെ തന്നെ വയനാട്ടിൽ നിന്ന് ഉണ്ടാകാനാണ് സാധ്യത. എന്തായാലും ഡാൻ സൂചിപ്പിച്ചതുപോലെ പ്രതികരണങ്ങൾ വന്നു തുടങ്ങി. എന്തായാലും ഡാൻ നമുക്ക് മടങ്ങി വരാം.